പക്ഷേ ഈ പരീക്ഷണങ്ങൾ എല്ലാം മാറ്റിമറിക്കും. നിങ്ങളുടെ മീറ്റിംഗ് റൂമുകൾ സത്യത്തിൽ ചിന്തകളുടെ ശവപ്പറമ്പാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മണിക്കൂറുകളോളം AC റൂമിലിരുന്ന് ചായ കുടിച്ചിട്ടും പലപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്, അല്ലേ? ഒടുവിൽ നമുക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിയേണ്ടി വരും. എന്തുകൊണ്ടാണ് ആ 4 ചുവരുകൾക്കുള്ളിൽ നമ്മുടെയൊക്കെ തലച്ചോർ സ്റ്റക്കാവുന്നത്? ഇവിടെ പ്രശ്നം നിങ്ങൾക്കോ നിങ്ങളുടെ ടീമിനോ അല്ല, നിങ്ങൾ ഇരിക്കുന്ന ആ കസേരയ്ക്കാണ്. സ്റ്റീവ് ജോബ്സും സക്കർബർഗും ഒന്നും ഒരിക്കലും കസേരയിലിരുന്ന് മീറ്റിംഗ് കൂടില്ലായിരുന്നു. അവർ വാക്കിംഗ് മീറ്റിംഗ്സ് ആണ് കൂടിക്കൊണ്ടിരുന്നത്. ഇത് സത്യമാണോന്നറിയാൻ ഞങ്ങളും ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ ഇങ്ങനെ ഒന്ന് കൂടി നോക്കി. അതിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ടൈമിൽ ലാപ്ടോപ്പും ഫോണും എല്ലാം മാറ്റിവെച്ച് നടക്കാനായിട്ട് തുടങ്ങി. ഇതിന്റെ സയൻസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നടക്കുമ്പോൾ ഹാർട്ട് കൂടുതലായി ബ്ലഡ് പമ്പ് ചെയ്യുകയും അത് ബ്രെയിനിലോട്ട് എത്തുകയും ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. ഈ സമയം നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ ഒഴുകാൻ തുടങ്ങും. പലപ്പോഴും ബോറടിപ്പിക്കുന്ന മീറ്റിങ്ങുകൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരു ബാധ്യതയാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങൾ എല്ലാം മാറ്റിമറിക്കും. റിസൾട്ട് ഇതാണ്. ഭൂമിയിലിരുന്ന് 2 മണിക്കൂർ തർക്കിച്ച വിഷയം നമ്മൾ ജസ്റ്റ് 15 മിനിറ്റ് ഒന്ന് നടന്നപ്പോൾ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി മുതൽ നിങ്ങളുടെയും മീറ്റിങ്ങുകൾ നടക്കട്ടെ, പക്ഷേ അത് നടന്നുകൊണ്ടായിരിക്കട്ടെ. കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വാക്ക് എന്ന് കമന്റ് ചെയ്യൂ, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യൂ. കാരണം നിങ്ങൾക്കിവിടെ തുടരാം.